നരേന്ദ്രമോദി ഭരണത്തിന്റെ അടിത്തറ ഇളക്കാൻ പാകത്തിൽ പ്രതിപക്ഷം തന്നെ സന്നദ്ധമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ പ്രതിഷേധക്കാരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രൂരമായ മർദ്ദനം, അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ സമര പരമ്പരയ്ക്ക് ആവേശം നൽകിയിരിക്കുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരെ ബലം പ്രയോഗിച്ചതിനെതിരെ അതിൻ്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. സർക്കാർ ചെയ്യുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെറുപ്പുളവാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 152 ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോർന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കാതെ ഈ രാജ്യത്ത് തുടർച്ചയായി നടക്കുന്ന പരീക്ഷാ ചോർച്ചകളിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ഇങ്ങനെ കണ്ണീർ വാതകപ്രയോഗവും ലാത്തിച്ചാർജും നടത്തിയതിലൂടെ നരേന്ദ്രമോദി എന്ന ഭീരുവിനെ തുറന്നു കാട്ടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. നീതിപൂർവവും സുതാര്യവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേൾക്കുന്നതിന് പകരം കുറ്റവാളികളെപ്പോലും പരിഗണിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. ഇതെല്ലാം കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും യുവജന വിരുദ്ധ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഈ രാജ്യത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രതിഷേധക്കാരോട് കാണിച്ച പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടി വരും. RSS വിദ്യാഭ്യാസ സംവിധാനത്തെ കൈപ്പിടിയിലാക്കിയതിലും രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു സംഘടനയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതിലും ജനങ്ങൾ അതൃപ്തരാണ് എന്ന സത്യം രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലൂടെ രാജ്യം ശ്രദ്ധയോടെയാണ് കേട്ടത്. രാഹുൽ ഗാന്ധിയും പ്രതിഷേധിക്കുന്ന യുവാക്കൾക്കൊപ്പം എത്തിയതോടെ സമരം ശക്തിയാർജിക്കുകയും കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാകുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഭാവിയെ ബാധിക്കുന്ന പരീക്ഷാ വിവാദം ആയതിനാൽ ഈ സമരത്തിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാവേശത്തിൽ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിയെങ്കിലും ഇതിനെ കേവലം ഒരു രാഷ്ട്രീയമായി ഒതുക്കി തീർക്കാൻ ഈ സർക്കാരിന് അത്ര എളുപ്പമല്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് സമരക്കാരെ അടിച്ചമർത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് മാറിയ പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് പ്രക്ഷോഭം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമരത്തിൻ്റെ ഗതിമാറി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയ സമരം ഇപ്പോൾ അവരുടെ ചെയ്തി കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സമരത്തെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും പ്രതിപക്ഷ നേതാവ് കൂടെ എത്തുകയും ചെയ്തതോടെ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ വലിയ ആയുധമാക്കി തകർത്താടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇതിനി കൃഷിക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സ്ത്രീകളുടെയും ഒക്കെ പിന്തുണയുമായി ഈ പ്രക്ഷോഭം വളരും മാറും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യാഴവട്ടക്കാലത്തിനപ്പുറം നരേന്ദ്രമോദിയുടെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ജനരോഷം എന്ന് ഉറപ്പായിരിക്കുന്നു.